ഇതൊരു വട്ടം ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല. കാരണം 1000 വട്ടം ഇങ്ങനെ ആക്കിയാൽ പോലും ഒന്നും സംഭവിക്കത്തില്ല. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാനൽ അതിന്റെ മുകളിൽ കൂടെ പോകുന്നതുകൊണ്ട് എവിടെയാണ് സ്ക്രൂ ചെയ്യുന്നതിന് കാണാൻ പറ്റും. കാണില്ല. ഓക്കെ, ഞാനിതൊന്ന് ഇവിടെ ഇട്ട് നോക്കുന്നുണ്ട്. വേറെ ഒന്നും പ്രശ്നമില്ല. ഇത് ഒത്തിരി വെയിറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ട്രക്ചറിലേക്ക് ഒരിക്കലും ലോഡ് കയറുന്നില്ല. നമുക്ക് ഇത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇവിടെ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് മാത്രമല്ല, ആക്ച്വലി ഇത് ഈവൻ 1 ഇയർ നമ്മളെടുത്ത് വെള്ളത്തിട്ടാലും അല്ലെങ്കിൽ ഈ രണ്ടിനും നമുക്ക് 10 വർഷമാണ് കമ്പനി വാറണ്ടി പറയുന്നത്. 10 വർഷം കളറിന് വാറണ്ടി കൊടുക്കും. 10 വർഷം കളറിന് വാറണ്ടി. ഓക്കെ, 15 വർഷം വാറണ്ടിയാണ് ഈ കാണുന്ന SPC ഫ്ലോറിങ്ങിന്. എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രൈസ് കൊടുക്കുന്നത്? ഹായ് ഫ്രണ്ട്സ്, വീടുകൾ ഭംഗിയാക്കുന്നതിൽ സീലിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. പണ്ട് കാലം മുതൽക്ക് തന്നെ സീലിങ്ങിൽ വുഡൻ ഐഡിയാസും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ തീമുകളൊക്കെ കണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായി കൂടുതൽ വൈറ്റ് കളേഴ്സുള്ള അല്ലെങ്കിൽ ജിപ്സം സീലിങ്ങുകൾ, POP സീലിങ്ങുകൾ ഇങ്ങനെയൊക്കെയാണ് കണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ കാലങ്ങൾ മാറും തോറും ട്രഡീഷണൽ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്കും മോഡേൺ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അതിന് വേണ്ട അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. എന്നാൽ പലരും അറിയാതെ പോകുന്നത് ഇതുപോലുള്ള പുതിയ മെറ്റീരിയലുകളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോഡേൺ സ്റ്റൈലിനും ക്ലാസിക്കൽ സ്റ്റൈലിനും ഒരുപോലെ മാച്ച് ചെയ്യുന്ന ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വോക്സ് സീലിങ്ങിനെ കുറിച്ചാണ്. വോക്സ് സീലിങ്ങിൻ്റെ മനോഹരമായിട്ടുള്ള ഡിസൈനുകളും മോഡലുകളും അത് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. സീലിങ്ങിൻ്റെ വ്യത്യസ്തതകൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ തലതൊട്ടപ്പന്മാരുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞില്ല. നമ്മുടെ കൂടെ കേരളത്തിൻ്റെ സെയിൽസ് ഹെഡായ മഹേന്ദ്രൻ പിള്ളി സാറാണല്ലോ. ഹായ് സർ. നമസ്കാരം. മനോഹരമായിട്ടുള്ള സീലിങ്ങുകൾ അല്ലേ? മുമ്പ് നമ്മൾ കണ്ടിരുന്ന ആ ഒരു പഴമക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഡിയകൾ വരുന്നതുമായിട്ടുള്ള ഐഡിയ രണ്ടുപേർക്കും ഒരുപോലെ ഒത്തിണങ്ങുന്ന കളേഴ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ വുഡൻ വാൾനട്ട് കളറൊക്കെ ആളുകൾ ഇഷ്ടപ്പെടും. ഈ വൈറ്റ് സീലിങ്ങുകൾ അതിന്റെ കാലം അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാ നിങ്ങൾ ഈ ഒരു ഐഡിയയിൽ എത്തിപ്പെട്ടു? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രൊഡക്റ്റിന്റെ ബേസ് എന്താണ് പറയണം എന്ന് ആഗ്രഹമുണ്ട്. ആക്ച്വലി ഈ പ്രൊഡക്റ്റ് വരുന്നത് യൂറോപ്യൻ പ്രൊഡക്റ്റ് ആണ്. നമ്മളിത് പോളണ്ട് ബേസ്ഡ് കമ്പനിയാണ്. വോക്സ് ബിൽഡിംഗ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കമ്പനിയുടെ പേര്. അപ്പോൾ നമ്മൾ പോളണ്ടിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് ലാസ്റ്റ് 5 years മുമ്പാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ വോക്സ് ഇന്ത്യ ബിൽഡിംഗ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. നമുക്ക് ഈ കമ്പനിക്ക് ഇന്ത്യയിലും പുറത്തുമായിട്ട് ഫാക്ടറീസ് ഉണ്ട്. ഈ പ്രൊഡക്റ്റ് മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത് പോസ്റ്റൺ എന്ന ഏരിയയിലായിരുന്നു, അല്ലെങ്കിൽ ബെലാറസ് എന്ന കൺട്രീസിലൊക്കെ ആയിരുന്നു ഇതിനു മുമ്പ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം റീസെൻ്റ്ലിയാണ് നമ്മളിവിടെ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആക്ച്വലി നമുക്ക് വോക്സിൻ്റെ മെയിനായിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ സീലിങ്സ്, ഫ്ലോറിങ്, ക്ലാഡിങ്, ഈ പറഞ്ഞ 3 ഡിവിഷൻസിലും നമുക്ക് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അതായത് ഇത് സീലിംഗ് മാത്രമല്ല, സെയിം ഫ്ലോറിംഗിലും വോളിലൊക്കെ ചെയ്യാം. വേറെ പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാം പോളിവിനൈൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ്. എല്ലാം പോളിവിനൈൽ ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ്. കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് പ്രകൃതിക്ക് ഒരു വിധത്തിലുള്ള കോട്ടം തട്ടുന്നില്ല. സോ ബേസിക്കലി ഇത് നമുക്ക് ഗ്രീൻ പ്രൊഡക്റ്റിന്റെ കോൺസെപ്റ്റ് തന്നെ കൊണ്ടുപോകാനും പറ്റും. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സീലിങ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഹൗസസ് ആണ് വരുന്നത്. അവിടെ ഈ പറഞ്ഞ എക്സ്റ്റീരിയർ ഏരിയാസ്, ഇന്റീരിയർ അല്ല എക്സ്റ്റീരിയർ ഏരിയാസിലേക്ക് വരുമ്പം സോഫിറ്റ് ഓടിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ബാൽക്കണി ഏരിയാസ്, കാർ പാർക്കിംഗ് ഏരിയാസ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സൂര്യന്റെ താപം ഏൽക്കാനും അതേപോലെ തന്നെ മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഏരിയാസിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ജിപ്സം മറ്റുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാംപ്നെസ് ഇല്ലെങ്കിൽ നനവ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇന്റീരിയർ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാനും പറ്റത്തില്ല. ഇത് പ്യൂർലി ഒരു എക്സ്റ്റീരിയർ കാറ്റഗറി പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതായത് ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നനഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് ആദ്യം ഈ പ്രൊഡക്റ്റുകളൊന്ന് പരിചയപ്പെടുത്തിയാലോ? സീലിംഗ് അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര വെറൈറ്റി മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക്? സർ, സീലിംഗിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അറൗണ്ട് 12 കളറിൽ 3 ഡിഫറെൻറ്റ് ഡിസൈൻസിലാണ് നമുക്കിവിടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസംബർ തൊട്ട് മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അറൗണ്ട് 30 കളറിലേക്ക് ഇനി അഡീഷൻ വരുന്നുണ്ട്. അറൗണ്ട് 18 കളർ നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്റീരിയർ ഏത് ഡിസൈൻ ഏത് കളർ സ്കീം ആണെങ്കിലും അതിന് മാച്ച് ചെയ്യുന്നത് വരുന്നുണ്ട്. അതെ സർ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കാര്യം നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ കാണുന്നു, പല സൈസിൽ കാണുന്നു, ആൾക്ക് കൺഫ്യൂഷൻ. ഇതിപ്പോൾ സീലിംഗിൽ ഉപയോഗിക്കുകയാണ്, ഇതിൻ്റെ സൈസ് വരുന്നത് എത്ര ലെങ്ത് വരും ഇതിൻ്റെ നീളം? സർ, പൊതുവെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കസ്റ്റമൈസ്ഡ് സൈസസ് അവൈലബിൾ ആണ്. ഒന്ന് അതിൻ്റെ കൂടെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസസ് പറയുകയാണെങ്കിൽ നമുക്ക് 30 സെന്റിമീറ്റർ ആണ് ഒരു പാനലിന്റെ വിഡ്ത്ത്. അതേപോലെ 2.7 മീറ്റർ ആണ് ലെന്ത്. ഈ ലെന്തിൽ തന്നെ വേറെ വ്യത്യസ്തമായ ലെന്തിൽ വരുന്നുണ്ട്. 3.05 മീറ്റർ,
3.85 മീറ്റർ ലെങ്ത്തിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഏകദേശം അടിക്കണക്കിൽ പറയുകയാണെങ്കിൽ 1 അടി വീതിയോളം അതേപോലെ 9 അടി നീളം. അപ്പം നമുക്കൊരു വോളിലൊക്കെ ഡയറക്റ്റ് 9 അടി ഉണ്ട്, 10 അടി ഉണ്ട്, 12 അടി വരുന്നുണ്ട്. ഓക്കെ, കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പല കളറിൽ വരുന്നു അല്ലേ? ടീക്ക് ഫിനിഷിലൊക്കെ നല്ല ടീക്ക് ഫിനിഷിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മുടെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള 3 കളേഴ്സ് ആണ്. ഒന്ന് ഗോൾഡൻ ഓക്ക്, ഒന്ന് വാൾനട്ട്. ഇവിടുത്തെ നമ്മുടെ ഇവിടെ ടീക്ക് ഫിനിഷിന് മാച്ചസ് ആയിട്ടുള്ള ഒരു കളറാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് മഹാഗനി ആയിട്ടുള്ള ഒരു കളറും വരുന്നുണ്ട്. റോസ് വുഡ് കളർ ഫിനിഷസും നമുക്ക് പ്രൊവൈഡ് ആണ് വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വുഡൻ ഡെക്കേഴ്സ് മാത്രമല്ലാതെ വെൻ ഇറ്റ് കംസ് ടു ഒഫീഷ്യൽ പർപ്പസ്, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ക്വയർ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഹോമിലേക്കൊക്കെ വരുമ്പം നമുക്ക് പ്ലെയിൻ കളേഴ്സ് ആയിരിക്കും കസ്റ്റമറിന് ഇഷ്ടപ്പെടുക. അങ്ങനത്തെ കളേഴ്സിലേക്കാണെങ്കിൽ നമുക്ക് വി ഈവൻ ഹാവ് ദ പ്ലെയിൻ കളേഴ്സ്. വൈറ്റ്, ഗ്രാഫൈറ്റ്, ബ്ലാക്ക്, ബ്രൗൺ എന്നീ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇൻ ഫ്യൂച്ചർ വി വിൽ കം വിത്ത് മോർ കളേഴ്സ് ഓൾസോ. നമ്മുടെ നാട്ടിലെ POP അല്ലെങ്കിൽ ജിപ്സം സീലിംഗുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കളറിന് വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പെയിന്റിലൂടെ അവർക്ക് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് POP ചെയ്യുകയാണെങ്കിൽ കുറേ പൊടി ഉണ്ടാകും, അതുപോലെ അതിൻ്റെതായ പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. അതിനൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമോ ഈ പ്രൊഡക്റ്റ് കൊണ്ട്? എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മിറക്കിൾ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമുക്ക് മാർക്കറ്റിൽ കുറേ പ്ലാസ്റ്റിക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ പോളിവിനൈൽ ഓറിയൻറ്റഡ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. പക്ഷെ ഒന്നും ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ പോലെ ഫ്ലെക്സിബിളോ സ്ട്രോങ്ങോ അല്ല. ഈ പ്രൊഡക്റ്റ് ഭയങ്കര അധികം ഫ്ലെക്സിബിൾ ആണ്. 1 mm ആണ് ഇതിന്റെ ആകെ തിക്നെസ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പൊട്ടിപ്പോവാം, ഒടിഞ്ഞു പോകാമെന്ന്. ഇതൊന്നും സംഭവിക്കത്തില്ല. ഈവൻ ഇഫ് യു റിഗിൾ 1000 വട്ടം ഇങ്ങനെ ആക്കിയാൽ പോലും ഒന്നും സംഭവിക്കത്തില്ല. അതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴൊക്കെ ഈ കാറ്റടിക്കുകയോ മറ്റൊക്കെ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് എക്സ്റ്റീരിയറിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 1.5 kPa വിൻഡ് ലോഡ് താങ്ങാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. അപ്പം അത് മാത്രമല്ല ഇതിനകത്തുള്ള ലോക്കിനെ ഹരിക്കൻ ലോക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ കോർണർ എല്ലാം ക്ലോസ് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ കാറ്റടിക്കുമ്പോൾ എത്ര ശക്തിയായിട്ടുള്ള കാറ്റടിക്കും, എസ്പെഷ്യലി കേരളത്തിലെ കാറ്റ് അറിയാമല്ലോ മൺസൂൺ സമയത്തൊക്കെ. അന്നേരം ഇത് ഇളകി പോകാനോ പൊട്ടിപ്പോകാനോ പാടില്ല. അതുകൊണ്ടാണ് പൊട്ടാതിരിക്കാൻ വേണ്ടി ഫ്ലെക്സിബിൾ ആക്കുകയും അതിന്റെ ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറന്നു പോകാതിരിക്കാൻ, മെറ്റീരിയൽ ഇല്ലെങ്കിൽ ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഞാനിതൊന്ന് ഇവിടെ ഇട്ട് നോക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒന്ന് കയറി നോക്കാം. ചവിട്ടിയാലും ഒന്നും പ്രശ്നം പറ്റത്തില്ല. കാരണം പൊട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് കയറി നിൽക്കുക. കാരണം ഫ്ലെക്സിബിൾ ആകുമ്പോൾ ഇതിന്റെ എഡ്ജിനൊക്കെ കംപ്ലൈന്റ് വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇതിന് വരുന്നില്ല. അതെ, ഇത് പോളിവിനൈൽ ആയതുകൊണ്ട് നമ്മൾ മെറ്റൽ വരുന്ന പോലെ ഞെളുക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. എൻഡ് ഓഫ് ദി ഡേ അത് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എപ്പോഴും സേഫർ ആയിട്ടുള്ള ആയിരിക്കത്തില്ല. നമ്മുടെ ഇത് ആസ് പെർ യൂറോപ്യൻ പ്രൊഡക്ട്സ് ആയതുകൊണ്ടും യൂറോപ്യൻ നോംസ് ഫോളോ ചെയ്ത് മാനുഫാക്ചർ ചെയ്തതുകൊണ്ടും ഇന്നത്തെ ലെഡും ടിന്നിന്റെ കണ്ടന്റ് 0 ആണ്. ലെഡിൻ ടിന്നിന്റെ കണ്ടന്റ് ഇല്ല, ലെഡ് ഫ്രീ ആണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുമ്പോൾ ഇപ്പം നമ്മൾ പുറത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ ചൂടടിക്കുമ്പോൾ, എക്സാമ്പിൾ ബാൽക്കണിയിലൊക്കെ ചൂടടിക്കുമ്പോൾ ഇതിനകത്തിന് പ്ലാസ്റ്റിക്കിന് നമ്മൾ കാണാത്ത തരത്തിലുള്ള ഫ്യൂമിഗേഷൻസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഗ്യാസസ് ഉണ്ടാവും. അത് നമുക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ലെഡും ടിന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര സേഫ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു സൈസിൽ വരുമ്പോൾ ലോക്ക് ചെയ്തിട്ടാണെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്ന രീതി ഒന്ന് നമ്മൾ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കാം? ഓക്കെ, ഡെഫിനറ്റ്ലി. കാരണം ലോക്ക് ചെയ്യുന്നതിന്റെ ഒരു വേറെ പാനലിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതെല്ലാം ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ആണ്. എല്ലാം ചെറിയ പീസിൽ നമുക്ക് സാമ്പിൾസ് കേട്ടോ. അതെ, ഇത് മെയിനായിട്ട് ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ക്ലിക്ക് ലോക്ക് സിസ്റ്റം എന്നാണ് പറയുന്നത്. ക്ലിക്ക് ലോക്ക് സിസ്റ്റം ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇത് ഒരു ലോക്കാണ്. ഇന്നത് കേട്ടിട്ട് കഴിഞ്ഞാൽ ഈ പാനലിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് അറിയത്തില്ല. എവിടെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത് എവിടെ വെച്ചാൽ എൻഡ് ചെയ്തെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അതിനകത്ത് വരുന്ന ലോക്കിന്റെ പേരാണ് ഹരിക്കേൻ ലോക്ക് എന്നാണ് പറയുന്നത്. എത്ര കാറ്റടിച്ചാലും പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കാണ്. ഇത് ലോക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ സ്ക്രൂ ചെയ്യും. എല്ലാ 45 സെന്റിമീറ്ററിലും നമ്മൾ സെക്ഷൻ പോവും. സെക്ഷനിനകത്താണ് ഇത് സ്ക്രൂ ചെയ്യുന്നത്. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാനൽ അതിന്റെ മുകളിൽ കൂടെ പോകുന്നതുകൊണ്ട് എവിടെയാണ് സ്ക്രൂ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റില്ല. ഈസി ആയിട്ട് ഒരു ലാബർക്ക് ഇത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. നമുക്ക് വെരി ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല, ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അത് മാത്രമല്ല ഇത് ഒത്തിരി വെയിറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ട്രക്ചറിലേക്ക് ഒരിക്കലും ലോഡ് കയറുന്നില്ല. സാധാരണ ഒരു ബിൽഡിംഗ് ഇല്ലെങ്കിൽ നമ്മളൊരു സ്ട്രക്ചറിലേക്ക് ചെയ്യുമ്പോൾ ആദ്യമേ നമുക്ക് റൂഫിംഗ് ടൈൽസ് അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ലോഡ് വരും. അതിൻ്റെ മേലിൽ പിന്നെയും വുഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മൾ ഒത്തിരി ലോഡ് കൊടുക്കുക ചെയ്യുന്നത് ബിൽഡിങ്ങിന്. സീലിംഗിലേക്ക് ഒരിക്കലും നമുക്ക് അത്രയും ലോഡഡ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ അവിടെ വേറെ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഇത് ഏറ്റവും തിന്നായിട്ടും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ ഡ്രസ് വർക്കുകൾ ഇപ്പോൾ കൂടുതൽ വരുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഈ ചൂടിനെ കുറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഹോൾസ് വരുന്നത് അതിന് വേണ്ടിയിട്ടാണോ? അതെ, ആക്ച്വലി നമുക്ക് 3 ടൈപ്പ് പാനലുണ്ട്. ഒന്ന് വിത്തൗട്ട് പെർഫറേഷൻ ഉണ്ട്, പിന്നെ ഹിഡൻ പെർഫറേഷൻ. നമുക്ക് ഈ ലൈനിനുള്ളിൽ തന്നെ പെർഫറേഷൻ ഉള്ള പാനൽസ് ഉണ്ട്, പിന്നെ പെർഫറേഷൻ ഇല്ലാത്ത പാനലും ഉണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ചില സ്ഥലങ്ങളിൽ
ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും, ഇല്ലെങ്കിൽ ആ ചൂട് നമുക്ക് അകത്ത് കുറയ്ക്കണം. അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് ഈ പറഞ്ഞ വെന്റിലേഷൻ പാനൽസ് യൂസ് ചെയ്യുമ്പോൾ എയർ സർക്കുലേഷൻ പെർഫെക്റ്റ് ആയിട്ട് നടക്കും. അതിന് വേണ്ടിയിട്ടുള്ള പാനൽസ് ആണ് ഇത്. അത് മാത്രമല്ല ട്രസ് വർക്കിന്റെ അടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പൊതുവെ ഇത് നേരിട്ട് ചെയ്യാറില്ല. നമ്മൾ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് ഇൻസുലേഷൻ ഉപയോഗിക്കാറുണ്ട്. അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ കൂടുതൽ മഴക്കാലം വരുന്നത് കൊണ്ട് ഇതിലേക്ക് വെള്ളം തുള്ളി വീണ് കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ആണല്ലോ, ഒരു ഡാമേജ് വരുന്നത് ഇല്ല. പക്ഷേ ജിപ്സം സീലിംഗിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡാമേജിന് ചാൻസ് കൂടുതലുള്ളതാണ്. അങ്ങനെ ഒരു ഡ്രസ് വർക്കിലൊക്കെ ആണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ഇതായിരിക്കാം. അതെ, ഇപ്പം ഡ്രസ് വർക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതാണ്. കാരണം ഇതിന്റെ ലൈഫ് എന്ന് പറഞ്ഞത് മിനിമം 30 to 50 ഇയേഴ്സ് ആണ്. കാരണം ഇത് ഒരു വട്ടം ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഡ്രസ് വർക്കിന്റെ അടിയിലായാലും നമുക്ക് പല സ്ഥലത്തും നമുക്ക് ഇലക്ട്രിക്കൽ ലൈൻസ് പോകാറുണ്ട്, പ്ലംബിംഗ് ലൈൻസ് പോകാറുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൾ സീലിംഗ് യൂസ് ചെയ്യുന്നത്. ഫോൾ സീലിംഗിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തുള്ള സ്കെൽറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാനൽ ക്ലിക്ക് ലോക്ക് സിസ്റ്റം ആയതുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക്കൽ വർക്ക് അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്കിന്റെ മെയിൻ്റനൻസ് വരികയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും ചെയ്ത ആൾ തന്നെ വേണമെന്നില്ല, ഏതൊരു വ്യക്തിക്കും നോർമൽ പ്ലംബറിനോ ഇലക്ട്രീഷ്യനോ ഇത് വന്നിട്ട് ഊരിയെടുത്തിട്ട് ആ വർക്ക് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റീഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇത് ഹാങ് ചെയ്യുന്നത് ഒരു സ്റ്റീലായിട്ടുള്ള നമ്മൾ ജിപ്സത്തിന് ചെയ്യുന്ന പോലെ തന്നെ സെയിം GA സെക്ഷൻസ് തന്നെ യൂസ് ചെയ്തിട്ടാണ് 0.3 to 0.5 mm സെക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. കാരണം അത് വെയിറ്റ് ഇല്ല, അത് മതി. അത് മതി. കാരണം POPക്ക് വരുമ്പോൾ കൂടുതൽ വെയിറ്റ് ഒക്കെ വരും, അല്ലെങ്കിൽ ജിപ്സത്തിന് ഇതിന് അതില്ല. ഇത് വെറുതെ വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് തെളിയിക്കാൻ പറ്റുമോ ഇത്? യെസ്, ഡെഫിനറ്റ്ലി. എങ്ങനെ തെളിയിക്കാം? ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ഒരു ടെസ്റ്റ് ചെയ്യുന്നതിന് മാത്രമല്ല, ആക്ച്വലി ഇത് ഈവൻ 1 year നമ്മളെടുത്ത് വെള്ളത്തിൽ ഇട്ടാലും അല്ലെങ്കിൽ 5 വർഷം ഇട്ടാലും ഒന്നും സംഭവിക്കില്ല. കാരണം ബേസിക്കലി ഇതൊരു പോളിവിനൽ പ്രൊഡക്റ്റ് ആണ്. ബേസിക്കലി ഒരു നോക്കട്ടെ, ഒന്നും സംഭവിക്കത്തില്ല. വെള്ളം നനച്ച് തുടച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് സെൽഫ് ക്ലീനിങ് പ്രൊഡക്റ്റ് ആണ്. എല്ലാ വർഷം മഴ പെയ്ത് അടുത്ത വർഷം ആകുമ്പോൾ പുതിയതുപോലെ തന്നെ ഇരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കും. അതിന്റെ സർഫേസ് അത്രയും സ്മൂത്ത് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ആയ മെറ്റീരിയൽ ആയതുകൊണ്ട് ആ വെള്ളം ഒരിക്കലും അകത്തേക്ക് പോയില്ല. അത് മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നത് തെർമൽ പ്രിന്റിംഗ് ടെക്നോളജിയിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന് മേലിൽ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാ 100 മീറ്റർ പ്രൊഡക്റ്റും വരുമ്പം എവറി 100 മീറ്ററിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സെയിം ലൈൻസ് നമുക്ക് പിന്നെയും കിട്ടത്തുള്ളൂ. തടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തടിയും മറ്റേ തടിയും സെയിം ആയിരിക്കത്തില്ല, ആ ഗ്രെയിൻസ് സെയിം ആയിരിക്കത്തില്ല. നമുക്ക് ഇതിനകത്തും അതേ ഫിനിഷ് കിട്ടും. മീൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വുഡ് ആണോ ഇതാണോ തിരിച്ചറിയാൻ പറ്റില്ല. എന്നാൽ മാക്സിമം ക്വാളിറ്റിയിലും ഇത് കിട്ടുന്നതാണ്. അതെ. ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ്, ആളുകൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ പ്രൈസ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണല്ലോ. അതെ. എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രൈസ് കൊടുക്കുന്നത്? നമുക്ക് പൊതുവെ സീലിംഗിൽ വരുന്ന പ്രൈസ് നമ്മളൊരു കോമ്പറ്റീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് വുഡ് ഇല്ലെങ്കിൽ HPL ഉപയോഗിക്കണം. അതേ ക്ലാസിഫിക്കേഷനിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. മീൻസ് ലോങ് ലൈഫ്, ഗുഡ് ലുക്കിംഗ്, പിന്നെ ഏറ്റവും ബ്യൂട്ടി ആയിട്ട് നമുക്ക് ആ സൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വുഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 1000 rupees 800 rupees per square feet വരും. ഇല്ലെങ്കിൽ HPL ചെയ്യുമ്പോൾ നമുക്കൊരു 600 to 800 rupees വരും. നമ്മുടെ പ്രോഡക്റ്റിന് 250 to 300 rupees ആണ്, ഇൻക്ലൂഡിങ് ലേബർ ആൻഡ് എവറിത്തിങ്. ലേബർ നിങ്ങൾ ഒന്ന് ചെയ്തു തരും. നമുക്ക് തേർഡ് പാർട്ടീസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ കാലിക്കറ്റ് ആയാലും കൊച്ചി ആയാലും ട്രിവാൻഡ്രത്ത് ആയാലും നമുക്ക് ഏരിയ ബേസ് ചെയ്ത് നമ്മൾ തന്നെ ടെക്നിക്കൽ ടീംസിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നല്ല ടെക്നിക്കൽ ടീമും നല്ല സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും ഒരു പ്രൊഡക്റ്റിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നമ്മുടെ തന്നെ തേർഡ് പാർട്ടി ആയിട്ടുള്ള അതോറൈസ്ഡ് ടീംസാണ് ഈ വർക്ക് ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ചെയ്യാൻ പറ്റിയ ലേബേഴ്സ്, അതിനെക്കുറിച്ച് അറിയുന്ന ലേബേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ സോൾവ് ചെയ്തു? അത് ഞങ്ങൾ സോൾവ് ചെയ്യും. ഞങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ, ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഓൾ തിങ്സ് ടേക്കൻ കെയർ ബൈ വോക്സ്. കാരണം തുടക്കം തൊട്ട് ഇപ്പോൾ എത്ര പാനൽ വേണം, അതിൻ്റെ കാൽക്കുലേഷൻ, ഡിസൈൻ, അതിൻ്റെ കൊട്ടേഷൻ സബ്മിഷൻ, അത് മാത്രമല്ല ഒരു സൈറ്റിലേക്ക് ടീമിനെ അറേഞ്ച് ചെയ്യുക, ഇൻസ്റ്റലേഷൻ ചെയ്യുക, എല്ലാം അടക്കം നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു. വാറണ്ടി എന്നുള്ളത് ഏതൊരു പ്രൊഡക്റ്റിനും ആവശ്യകതയുണ്ട്. ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ്? ഇതിന്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളറിനാണ് മെയിൻ ആയിട്ട് കസ്റ്റമേഴ്സ് വാറണ്ടി ചോദിക്കുന്നത്. ഇതിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ബ്രേക്ക് ആവും എന്നാണ് ചോദിക്കുന്നത്. ഈ രണ്ടിനും നമുക്ക് 10 വർഷമാണ് കമ്പനി വാറണ്ടി പറയുന്നത്. 10 വർഷം കളറിന് വാറണ്ടി കൊടുക്കും. 10 വർഷം കളറിന് വാറണ്ടി കൊടുക്കും. അപ്പോൾ നിങ്ങളൊരു ഡിസൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ പോകുമോ എന്നുള്ള പേടി വേണ്ട. 10 വർഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് 20 വർഷം കിട്ടും മിനിമം. മിനിമം. അങ്ങനെയാണെങ്കിൽ
ഞാൻ ചോദിക്കാതെ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യുമ്പോൾ വാൾ ക്ലാഡിങ്ങൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഡിസൈനാണ്, വെറുതെ കുറേ സ്റ്റോൺ ക്ലാഡിങ്ങും കൊടുത്ത് കുറേ എക്സ്പെൻസീവ് ആക്കേണ്ട അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ആവുന്ന ഒരു സംഭവം ആക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഡയറക്റ്റ് ഇത് കൊടുക്കാൻ പറ്റും. അത് വേറെ മെറ്റീരിയൽ ആണോ? അത് ആക്ച്വലി ഇത് നമുക്ക് സീലിംഗിന് വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റ്. ഇത് എക്സ്റ്റീരിയർ കാറ്റഗറിയാണ്. ഇത് സോഫിറ്റ് പാനൽ എന്നുള്ള സോഫിറ്റ് പാനലാണ് അറിയപ്പെടുന്നത്. ഇൻഫ്രാടോപ്പ് എന്നാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ നെയിം. ഇതിനകത്ത് ഇൻഫ്രാടോപ്പ് സോഫിറ്റ്. പക്ഷേ സീലിംഗിലേക്ക് വരുമ്പോൾ നമ്മുടെ തിക്നെസ് ചെറുതായിട്ടൊന്ന് മാറ്റം വരും. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിലും പ്രൊഡക്റ്റിന്റെ ഗ്രേഡിനകത്തും ചെറിയ വേരിയേഷൻ വരും വാളിലേക്ക് വരുമ്പോൾ. കാരണം സീലിംഗിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഡയറക്റ്റ് മഴവെള്ളം വീഴുന്നില്ല. പക്ഷേ ഇതേ സമയം ക്ലാഡിങ്ങിലേക്ക് വരുമ്പോൾ അങ്ങനല്ല, നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റും വെയിലും കൊള്ളുന്നതുകൊണ്ടും അത് മാത്രമേ ക്ലാഡിംഗ് പ്രോഡക്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഇമ്പാക്ട് റെസിസ്റ്റന്റ് പ്രോഡക്റ്റ് ആയിരിക്കണം, കുറച്ചും കൂടി ഇമ്പാക്ട് എടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം. കാരണം നമ്മൾ ഈ പ്രോഡക്റ്റാണ് ഇവിടെ ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഒരു വട്ടം ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഇപ്പോൾ വന്നിട്ട് എന്തെങ്കിലും കൊണ്ട് ഇടിക്കുകയോ എന്തെങ്കിലും ചെയ്താലും ഈ പ്രൊഡക്റ്റിനൊന്നും പറ്റാൻ പാടില്ല. എക്സാമ്പിൾ നമ്മളൊരു ഗാർഡൻ ഏരിയയിൽ ചെയ്തു, ഒരു ചെടിച്ചട്ടി വീണു. അപ്പോൾ ഒരു ചെടിച്ചട്ടി വീണാലൊന്നും ഇത് കംപ്ലൈന്റ് ആവില്ല. ചെടിച്ചട്ടി മാത്രമല്ല, ഹെവി ആയിട്ട് എന്ത് ഇടിച്ചു കഴിഞ്ഞാലും ഒന്നും ആവില്ല. അതാണ് പ്രോഡക്റ്റ്. ഇനിയിപ്പോ ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കോളം അല്ലെങ്കിൽ ഒരു തൂണ്, റൗണ്ട് കോളൊക്കെ ഇതുകൊണ്ട് കവർ ചെയ്യാം അല്ലേ? കവർ ചെയ്യാൻ പറ്റും. സ്ക്വയർ കോളം ഇത് വെച്ച് കവർ ചെയ്യാം. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ. നിങ്ങൾക്ക് പെയിന്റ് ചെയ്തെടുക്കാനും വുഡൻ ഫ്രെയിം അടിക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് ടൈം വേസ്റ്റ് ആണ്. ഇത് സിമ്പിൾ ആണ്, ലോക്ക് ചെയ്തിട്ടാണ്. അതെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് എക്സ്റ്റീരിയറിൽ വരുമ്പോൾ സീലിംഗിൽ വരുന്ന മെറ്റീരിയൽ അതേ ക്വാളിറ്റി അല്ല നമ്മുടെ വാളിൽ വരുമ്പോൾ അല്ലേ? എങ്ങനെയാണ് അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ? ഇതിന്റെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയുവാണെങ്കിൽ നമുക്ക് സീലിംഗിലേക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് അടിക്കുന്നത്. അപ്പം വാളിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കും. അതുകൊണ്ട് UV കോട്ടിംഗ് ഇന്നത്തെ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 ലെയർ ഓഫ് UV കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യതാപം ഏറ്റാലും ഇതിന് വലിയ പ്രശ്നം വരത്തില്ല. അത് മാത്രമല്ല, നേരിട്ട് ചൂട് കൊണ്ടാലും, സൺലൈറ്റ് മാത്രമല്ല തെർമൽ ഹീറ്റ് കൊണ്ടാലും ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന അങ്ങനെ ഒരു കംപ്ലൈന്റ് വരത്തില്ല. നമ്മളിപ്പം കേരളത്തിൽ തന്നെ അറൗണ്ട് 1500 പ്രൊജക്ട്സ് പ്ലസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 1500 പ്രൊജക്ടിന് മേലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പരിചയപ്പെടുത്താനാണ് വൈകിട്ടുള്ളത്. എന്തായാലും ആൾറെഡി റണ്ണിങ്ങിലുള്ള ഒരു മെറ്റീരിയൽ ആണ്. പല ആൾക്കാർക്കും അറിയാത്തത് കൊണ്ട് കൂടിയാണ് നമ്മൾ ഈ മെറ്റീരിയലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയുന്നത്. വോളിൽ വരുമ്പോൾ ഇത് ഈ കാണുന്ന 2 മോഡൽ തന്നെ ഉള്ളൂ അല്ല, നമുക്ക് വോളിലേക്ക് വരുമ്പോൾ ഇതിന്റെ പാറ്റേൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് തിങ്, നമുക്ക് സീലിംഗിലേക്ക് വരുമ്പോൾ അതിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ എവറി 10 സെന്റിമീറ്ററിലാണ് നമുക്കൊരു ലൂർ വരുന്നത്. അതേസമയം നമുക്ക് വാൾ ക്ലാഡിങ്ങിലേക്ക് വരുമ്പോൾ ഇത് എവറി 5 സെന്റിമീറ്ററിലാണ് പാറ്റേൺ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ വാളിലേക്ക് വരുമ്പോൾ നമുക്ക് ഹണി ഓക്ക്, വിഞ്ചസ്റ്റർ ഓക്ക്, ഗോൾഡൻ ഓക്ക്, വാൾനട്ട് എന്ന ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. അതായത് 5 to 6 കളേഴ്സിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ഇതിനേക്കാളും കുറച്ച് കളേഴ്സ് ഇനി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാളിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വാൾ ക്ലാഡിങ്ങിനും അപ്പുറം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് വോക്സിൻ്റെ ഈ കാണുന്ന പാനലുകൾ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു പാനലുകൾ. ഫ്ലോറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് കാലം ആളുകൾ കൂടുതൽ വുഡൻ ഫ്ലോറിങ് ചെയ്തിരുന്നു. പിന്നീടാണ് ഡിഫറെൻറ്റ് മെറ്റീരിയലിലേക്ക് കയറി മാർബിൾ, ടൈല്, ഗ്രാനൈറ്റ് പോയത് അല്ലേ? പക്ഷേ ഇപ്പോൾ മോഡേൺ ആയിട്ട് വീണ്ടും ആളുകൾ അതിൻ്റെയൊക്കെ ഡിസഡ്വാൻറ്റേജ് മനസ്സിലാക്കി വുഡൻ ഫ്ലോറിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. മിനിമം ഒരു റൂമെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഏരിയകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള മോഡലുകൾ നിങ്ങളിൽ വരുന്നുണ്ടോ? അതെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലോറിങ്ങിന്റെ പേരാണ് സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് പാനൽസ്, SPC. കണ്ടാൽ വുഡെന്ന് പറയത്തുള്ളൂ. നമുക്ക് ഒരിക്കലും ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വുഡ് ആണോ എല്ലെന്ന് തിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SPCയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ചെതലിന്റെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് വുഡിന്റെ ഫ്ലോറിങ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, വെള്ളം വീഴുമ്പോൾ മോപ്പ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതേസമയം SPCയിൽ ഈ 2 പ്രശ്നങ്ങളില്ല. കാരണം ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് SPCയിൽ അറൗണ്ട് 12 കളർ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലൊരു കാര്യം, ഞാൻ ഇത് നാച്ചുറൽ പ്രോഡക്റ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നോക്കണം തോന്നി. ഇതിന്റെ തിക്നെസ് എത്ര വരുന്നത്? ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 4 mm ആണ് തിക്നെസ് വരുന്നത്. 4 mm ആണ് വരുന്നത് അല്ലേ? ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇതും പിടിപ്പിക്കുന്നത്. ഈ ലോക്ക് ചെയ്യുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് എക്സ്പേർട്ട് വേണോ ഇത് ലോക്ക് ചെയ്ത്? സിമ്പിളായിട്ട് ഫ്ലോർ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ എക്സ്പേർട്ട് തന്നെ വേണം ഇത് ലോക്ക് ചെയ്യാൻ. മറ്റുള്ള പ്രൊഡക്ട്സിനെ പോലെയല്ല വോക്സിന്റെ. ഈ ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ നേരെ വുഡൻ ഫ്ലോറിംഗ് ചെയ്യുന്ന ടീം തന്നെ ഇത് ചെയ്താലേ കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് തന്നെ അതിന്റെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഷൻ വേണ്ട. ഇതിന്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാ ഗ്രേ ഉണ്ട്, അതല്ല നോർഡിക് ഓക്ക്, ഡിഫറെന്റ് നെയിം ഉണ്ട് അല്ലേ ഇതിനൊക്കെ? അതെ, ഓക്ക് മിസ്റ്റ്, നോർഡിക് ഓക്ക്, കോൺക്രീറ്റ് ഓക്ക്. നമുക്ക് വുഡൻ ഷെയ്ഡ്സും അവൈലബിൾ ആണ്, ഗ്രേ ടോൺസും അവൈലബിൾ ആണ്. പ്ലാങ്ക് സൈസ് എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ × 1.22 മീറ്റർ ആണ് വരുന്നത്. നമുക്കൊരു 12 കളറിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. 12 കളറിൽ നമുക്ക് ഗ്രേ കളേഴ്സിലും അവൈലബിൾ ആണ്, വുഡൻ ഡെക്കേഴ്സിലും അവൈലബിൾ ആണ്. ഇതിന്റെ
ഫിനിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വുഡന്റെ ഫീല് കിട്ടും. ആ ഗ്രെയിൻസ് എല്ലാം അതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, വുഡൻ ഫ്ലോറിംഗിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ചെതല് വരിക അല്ലെങ്കിൽ ഈർപ്പം കയറുക എന്നുള്ള പ്രശ്നമാണ്. അതിനെ സോൾവ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ വരുന്നത്. അതെ, ഇതിന്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈം സ്റ്റോണും പോളിമേഴ്സും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ബേസ് ആണ് ഇതിന്റെ ബേസ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരിക്കലും ചെതൽ പിടിക്കുകയോ വെള്ളത്തിന്റെ ഈർപ്പം കൊണ്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ഈ ഒരു വുഡൻ ഫ്ലോറിംഗ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെതലിനെ പേടിക്കേ വേണ്ട. അതാണ് ഈ ഒരു മെറ്റീരിയൽ. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നല്ലൊരു വുഡൻ ഫ്ലോറിംഗ് ചെയ്ത ഒരു ഫീൽ തന്നെ കിട്ടും അല്ലേ? അതെ, ആക്ച്വലി നമുക്ക് വുഡൻ ഫ്ലോറിങ്ങിൻ്റെ അതേ ഫിനിഷ് കിട്ടുമെന്ന് മാത്രമല്ല, ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ലോക്ക് എന്ന് പറഞ്ഞാൽ i4F എന്നൊരു ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ പേര് വരുന്നത്. ആ ലോക്കിങ്ങിൻ്റെ പ്രത്യേകത ഇതൊരു പേറ്റന്റ് ടെക്നോളജിയാണ്. അതൊരിക്കലും ബ്രേക്ക് ആവില്ല. ആക്ച്വലി നമ്മൾ പൊതുവേ വുഡൻ ഫ്ലോറിങ്ങിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ഭയങ്കര വീക്ക് ആയിരിക്കും. നമ്മൾ എപ്പോഴായാലും ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു ചെയറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഉറയ്ക്കുമ്പോഴോ ഇല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് വരുമ്പോഴോ സാധാരണ ഈ ലോക്ക് പൊട്ടിപ്പോകും ഈ ഇൻഡസ്ട്രിയിലെ സാധാരണ മറ്റുള്ള പ്രൊഡക്ട്സിന്. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ i4F ലോക്ക് സിസ്റ്റം യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ലോക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനും നല്ലൊരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സെയിം വാറണ്ടി ഇതിനകത്ത് വരുന്നുണ്ടോ? നമുക്ക് 15 വർഷം വാറണ്ടി പ്രൊവൈഡ് കൂടുതലാണ്. 15 വർഷം വാറണ്ടിയാണ് ഈ കാണുന്ന SPC ഫ്ലോറിങ്ങിന്. അപ്പോൾ വോക്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റ് ഇനി എല്ലായിടത്തും വ്യാപിക്കും. ഇനി എന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ആൾറെഡി എവിടെയൊക്കെ ഉണ്ട് നിങ്ങളുടെ സർവീസ്. വോക്സ് ഞാൻ പറഞ്ഞ പോലെ ഒരു പോളണ്ട് ബേസ്ഡ് കമ്പനി ആണെങ്കിലും നമ്മൾ അറൗണ്ട് 60+ കൺട്രീസിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇന്ത്യയിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മളൊരു 290 സിറ്റീസിൽ 1600ഓളം ഡിസ്പ്ലേസ് നമുക്ക് അവൈലബിൾ ആണ്. 1600ഓളം? അത്രയും ഷോറൂം ഉണ്ട്. കേരളത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 65 ഷോറൂംസോളം ഉണ്ട്. ഓക്കെ, അപ്പോൾ അവര് നമ്മളുള്ളത് കാലിക്കറ്റിലാണ് കേട്ടോ. കാലിക്കറ്റിൽ ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ? സൗത്ത് ബീച്ചിലാണ്. സൗത്ത് ബീച്ചിൽ നമുക്കിപ്പം ഈ ഒരു ഷോറൂം ഉണ്ട് നമ്മൾ ഇന്നിപ്പോൾ എടുക്കുന്നത്. അത് മാത്രമല്ല നമുക്കിവിടെ മാവൂർ റോഡിൽ നമുക്ക് ഷോറൂംസ് ഉണ്ട്. കുരിക്കൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ ഷോറൂം ഡെക്കർ വേൾഡിൻ്റെ ഷോറൂം ഉണ്ട്. അങ്ങനെ മാർബിൾ ഗാലറിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്. കാലിക്കറ്റിലെ ബേസിക് ആയിട്ടുള്ള 2-3 ഷോറൂംസിൻ്റെ ഡീറ്റെയിൽസ് ആണ്, മെയിൻ ആയിട്ടുള്ള ഷോറൂംസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അക്രോസ് കേരള നമ്മളൊരു 65+ കൗണ്ടേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഷോറൂമുകളിൽ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമുക്ക് നേരിട്ട് കണ്ട് ചെക്ക് ചെയ്ത് നോക്കി ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതെ, ഉറപ്പായിട്ടും. നമ്മുടെ ഷോറൂമിലേക്ക് ഡിസ്പ്ലേ കാണാൻ വരുമ്പോൾ ഇവിടെ എല്ലാ പ്രൊഡക്ട്സും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലോറിംഗ് ആണെങ്കിലും സീലിംഗ് ആണെങ്കിലും ക്ലാഡിംഗ് ആണെങ്കിലും കണ്ടു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും. ഓക്കെ, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക് പെട്ടെന്ന് എടുത്ത് വിളിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ അതിന് കറക്റ്റ് റിപ്ലൈ ആയിട്ട് കൊടുക്കാൻ പറ്റും. ചിലർക്ക് ചിലപ്പോൾ മോഡലുകൾ അയച്ചു കൊടുക്കാനായിരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതെ, ആക്ച്വലി ഇപ്പം നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറും ഉണ്ട്. അത് മാത്രമല്ല എൻ്റെ നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു എൻക്വയറി വന്നാലും നമ്മൾ എല്ലാ എൻക്വയറീസിനും ഓൺ ടൈം റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വിത്തിൻ 24 hours to 48 hours നമ്മൾ സൈറ്റ് വിസിറ്റോ ഇല്ലെങ്കിൽ നമുക്ക് ഡ്രോയിങ്സ് വല്ലതും കിട്ടുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് കൊട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമുക്ക് ഓൾ കേരള നമുക്ക് എല്ലാ സ്ഥലത്തും സെയിൽസ് സ്റ്റാഫും അവൈലബിൾ ആണ്. ഇപ്പം കാലിക്കറ്റ് ആണെങ്കിലും നമുക്ക് ഇവിടെ ബിജു എന്നൊരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ കണ്ണൂർ നമുക്ക് ടീമുണ്ട്. കൊച്ചിയിലാണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും എവരിവെയർ വി ഹാവ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗുഡ് ഡേ.